ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസിന്റെ എപ്പിസോഡ് നമ്പർ 6. സോ ഇതിൽ നമ്മൾ പ്രോഡക്റ്റ് സെലക്ഷൻ, ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് പ്രോഡക്റ്റ് സെലക്ഷൻ. നമ്മൾ എന്ത് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണം? ഇനിയിപ്പോൾ നിങ്ങളൊരു മാനുഫാക്ചറാണ്, ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു മാനുഫാക്ചർ എക്സ്പോർട്ടറും മർച്ചൻറ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്നത്. നിങ്ങളൊരു മാനുഫാക്ചർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതായത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇനി അതല്ല, ഒരു മർച്ചൻ്റ് എക്സ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റും എക്സ്പോർട്ട് ചെയ്യാം ഡിമാൻഡ് അനുസരിച്ച്. അപ്പോൾ പ്രോഡക്റ്റ് സെലക്ഷൻ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എന്ത് ഞാൻ എക്സ്പോർട്ട് ചെയ്യണം. പലരും എന്നോട് ചോദിക്കുകയാണ്, ഈ എക്സ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ഈസിയുള്ള സാധനം ഏതാ, ഏറ്റവും പെട്ടെന്ന് ബയ്യറെ കിട്ടുന്ന സാധനം ഏതാ? അങ്ങനെയുള്ള ഈസി പ്രോഡക്റ്റുകളുണ്ട്. പക്ഷേ ഈസി പ്രോഡക്റ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈസിയുള്ള പണി ലോകത്ത് എല്ലാവരും ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു ബയ്യറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബയ്യറിനെ കിട്ടുന്ന ആക്ച്വലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൽ മുന്നോട്ടുള്ള വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ബയ്യറിനെ കിട്ടുന്നത് വളരെ ഈസിയാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ റൈസ് ഒരു ഈസി പ്രോഡക്റ്റ് ആണ്. റൈസ് ഇഷ്ടം പോലെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. അത് വാങ്ങിക്കാൻ ലോകത്തെല്ലായിടത്തും ആളുണ്ട്. മാത്രമല്ല നമുക്ക് ഈ റൈസിൽ നിങ്ങൾക്ക് 10 കണ്ടെയ്നറോ 100 കണ്ടെയ്നറോ ഒക്കെ നിങ്ങൾക്ക് കയറ്റി അയക്കാം. പക്ഷേ ഈസി പ്രോഡക്റ്റിൻ്റെ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോ മാർജിൻസ് ആയിരിക്കും മിക്കവാറും. ഒരു കോമഡിറ്റി എന്ന നിലയിൽ റൈസ് കുറഞ്ഞ മാർജിനുള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഈ കുറഞ്ഞ മാർജിനുള്ള സാധനം നിങ്ങൾക്ക് 10 100 കണ്ടെയ്നറൊക്കെ നിങ്ങൾക്ക് കയറ്റി അയക്കാം. വോളിയമാണ്, കൂടുതൽ വോളിയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് ഹൈ പ്രോഫിറ്റ് ഉള്ള ചില പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു ഗിഫ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ, അത് ഹൈ പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ആൻറ്റി ക്രാഫ്റ്റ് അതുപോലുള്ള സാധനങ്ങൾ, അതായത് ഷോക്കേസ് പീസുകൾ, അതുപോലുള്ള സാധനങ്ങൾ, തടി കൊണ്ടുള്ളത്, ചിരട്ട കൊണ്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹൈ മാർജിനാണ്. ഹൈ മാർജിൻ കാരണം അതിനൊക്കെ നമ്മളുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കയറ്റി അയക്കുന്ന സാധനം പലപ്പോഴും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പ്രോഫിറ്റ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഗോൾഡിന് പകരം നമ്മുടെ ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ അങ്ങനെയുള്ള ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, ഇതിനൊക്കെ ഹൈ മാർജിനാണ്. കാരണം അതിന് ഈ പറയുന്ന ഈസി അല്ല, അല്ലെങ്കിൽ ഈ ഭയങ്കര വോളിയം ഇത് നടക്കണമെന്നില്ല. മറ്റത് 100 കണ്ടെയ്നർ നടക്കുമ്പോൾ അല്ലെങ്കിൽ 10 കണ്ടെയ്നർ നടക്കുമ്പോൾ ഇത് ഒരു കണ്ടെയ്നർ ആയിരിക്കും നടക്കുന്നത് ട്രേഡ്. പക്ഷേ നമുക്ക് ബെറ്റർ പ്രോഫിറ്റ് കിട്ടും. അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് വലിയ ഒരു ഘടകമാണ്. പലപ്പോഴും മലയാളികളായ പലപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം, എന്താണ് എക്സ്പോർട്ട് ചെയ്യണം? അത് സ്പൈസ് നമുക്ക് ഏലക്ക, കുരുമുളക് എക്സ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് അവരോട് ചോദിക്കാറുണ്ട്, 1 കിലോ ഏലക്കയുടെ ഇന്നത്തെ വില എത്രയാണ്? അപ്പോൾ പലർക്കും രസകരമായ കാര്യം, പലർക്കും അന്നത്തെ ഏലക്കയുടെ എക്സ്പോർട്ട് ക്വാളിറ്റിയുടെ മാർക്കറ്റ് വില പോലും അറിയാതാണ് അവർ ഏലക്ക എക്സ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായ അറിവ് വേണം. എന്നാൽ മാത്രമേ ഒരു ബയ്യറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്തും ചെയ്യാം, നിങ്ങൾക്ക് എന്താ വേണ്ട, ഞാൻ എന്തും ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തും ചെയ്യാമെന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നാൽ അയാൾ നിങ്ങൾക്ക് ജോലിക്ക് എടുക്കും. നിങ്ങൾക്ക് ഡ്രൈവറിനെ വേണം. നിങ്ങൾ ഡ്രൈവിംഗ് അറിയാവുന്ന ഡ്രൈവറിനെ അല്ലേ ജോലിക്ക് എടുക്കുന്നത്. അതേ സമയത്ത് എനിക്ക് എല്ലാ പണിയും എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, നിങ്ങൾ ഡ്രൈവിംഗ് എന്ത് വേണേൽ പറയാം എന്ന് പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് പലപ്പോഴും ജോലി കൊടുക്കുന്നതിന് പകരം നമ്മൾ ആലോചിക്കാം, നമ്മളൊരു നല്ല ഡ്രൈവർ വരട്ടെന്ന് വിചാരിക്കും. എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് ഒരു ബയ്യറിനെ കാണുന്നതിന് പകരം നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ, കൃത്യമായ നോളജ് നിങ്ങൾക്കെങ്കിലും ഉണ്ടാകും. കാരണം നിങ്ങളാണിത് വിൽക്കുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, അതിന് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധമില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബയ്യറിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രോഡക്റ്റ് സെലക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ ഈ ഏലക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏലക്ക 1 കിലോയ്ക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് 2000 രൂപ മുതൽ 3000 രൂപ വരെയൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റ് വില ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കൊരു 40 ഫീറ്റ് കണ്ടെയ്നറിൽ ഒരു 20 ടൺ സാധനം പോട്ടെ, 15 ടൺ സാധനം നിങ്ങൾ കയറ്റി അയക്കണമെന്ന് വിചാരിക്കുക. ഒന്ന് ഗുണിച്ച് നോക്കിക്കേ, ഈ 2000 മുതൽ 3000 രൂപ, ഒരു 2300 രൂപ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള സാധനം ഒരു 20 ടൺ പോട്ടെ, 15 ടൺ എന്ന് പറഞ്ഞാൽ 15 ടൺ എന്ന് പറഞ്ഞാൽ 15000 കിലോയാണ്. 15000 ഇൻറ്റു 2500 ഒന്ന് ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കണ്ടെയ്നർ നിങ്ങൾ അയക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ വേണം എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴാണ് ഇതൊക്കെ ഈ പറയുമ്പോഴാണ് പലരും അയ്യോ ഇത്രയും പൈസ വേണോ എന്ന് ചിന്തിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഈ എക്സ്പോർട്ടിലേക്ക് വരുമ്പോൾ പ്രോഡക്റ്റ് നോളജ് നിങ്ങൾക്കുണ്ടാവണം. എന്തും ചെയ്യാനുള്ളവരെ അല്ല.
എന്തും ചെയ്യുന്ന സൂപ്പർമാൻമാരെ നമുക്കിവിടെ ആവശ്യമില്ല. നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായ അറിവുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നിങ്ങൾ കയറ്റി അയക്കുന്ന പ്രോഡക്റ്റിന് എന്തൊക്കെ സർട്ടിഫിക്കേഷൻ വേണമെന്നത് നിങ്ങൾക്കറിയണം. അതറിയില്ല, അറിയാതെ അവസാന സമയത്ത് നമ്മൾ ഈ ഓടി നടക്കുന്നതിന് പകരം ഇന്ത്യയിൽ നിന്ന് അത് എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്. കാരണം ഓരോ പ്രോഡക്റ്റ് നമ്മൾ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞു, ചില സാധനങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കണമെങ്കിൽ പ്രത്യേക സർട്ടിഫിക്കേഷനാണ്. അതറിയില്ലെങ്കിൽ നിങ്ങളൊരു മെൻറ്ററിനെ കൃത്യമായി നിങ്ങൾക്കൊരു മെൻറ്ററിനെ നിങ്ങൾ ഹയർ ചെയ്യുക. പിന്നെ അതല്ലെങ്കിൽ CHIയുമായിട്ട് നിങ്ങൾ മുമ്പേ തന്നെ സംസാരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഏത് രാജ്യത്തേക്ക് നിങ്ങൾ കയറ്റി അയക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ലാഭത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പം ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് തയ്യാറാണ്, സൗദിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ജനറലി GCC കൺട്രീസൊക്കെ നമുക്ക് വളരെ അടുത്തായതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ GCC കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ആളുകൾ കൂടുതലുള്ളതെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൈസ് കോമ്പറ്റീഷൻ ഉണ്ടാവും. നിങ്ങളെക്കാൾ വില കുറച്ച് കൊടുക്കാനും ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾ കോമ്പറ്റീഷൻ കുറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആഫ്രിക്ക പോലുള്ള ആ ഒരു റീജിയനിലേക്കാണ് നിങ്ങൾ അവിടെ ഡിമാൻഡുള്ള സാധനങ്ങൾ, ഓരോ സാധനങ്ങൾക്കും അവിടെ ആവശ്യക്കാരുള്ള സാധനങ്ങൾ ആണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ രീതിയിൽ ഗുണകരമായി ബാധിക്കും. ഞാൻ പറയുന്നത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായി പഠിക്കുക. കാരണം ഡോക്ടറാകാൻ ഒരാൾ മിനിമം 5.5 വർഷം പഠിക്കുന്നുണ്ട്. ഒരു എഞ്ചിനീയർ ആകാൻ മിനിമം 4 വർഷത്തിലധികം ഒരാൾ പഠിക്കുന്നുണ്ട്. സോ ബിസിനസ്സുകാരനാകാൻ അത്രയൊന്നും സമയം ചെലവഴിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് പഠിച്ചിരിക്കുക. അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമായിരിക്കുകയില്ല. പിന്നെ ചില പ്രോഡക്റ്റുകൾ ട്രെൻഡിങ് പ്രോഡക്റ്റുകളാണ്. ഇപ്പോൾ കൊറോണ സമയത്ത് സാനിറ്റൈസർ, മാസ്ക് ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരുന്നു. അപ്പോൾ അതാത് കാലങ്ങളിൽ മാത്രം നമുക്ക് പിന്നെ ഡിമാൻഡ് വരുന്ന പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവണം ഇതൊരു കാലഘട്ടത്തിലേക്ക് മാത്രമാണ്, ഇതിനപ്പുറത്ത് നമുക്ക് വീണ്ടും വേറെ പ്രോഡക്റ്റുകളിലേക്ക് പോകേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആഫ്രിക്കയിലൊക്കെ പലയിടത്തും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടത്തേക്ക് അവർക്ക് ആവശ്യമുള്ള ടീഷർട്ടുകൾ പലതും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് കയറ്റുമതി ചെയ്തു പോയത്. ഓരോ പാർട്ടിക്കാരുടെ പരസ്യങ്ങൾ വരുന്ന, അവരുടെ ചിഹ്നം വരുന്ന ടീഷർട്ടുകൾ അങ്ങനെയൊക്കെ പോയത്. അപ്പോൾ അതൊരു ഇലക്ഷൻ സമയത്താണ്. അത് എല്ലാ കാലത്തും റെഗുലറായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത ഇതിലേക്ക് പ്രോഡക്റ്റിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടും ഉണ്ട്. അപ്പം പ്രോഡക്റ്റ് സെലക്ഷൻ, അതേപോലെ തന്നെ പ്രോഡക്റ്റ് സെലക്ഷൻ ഒപ്പം വരുന്നതാണ് കൺട്രി സെലക്ഷൻ. അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡുകളിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ 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 ആലോചിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഉള്ള അറിവ് അല്ലെങ്കിൽ നേടിയെടുക്കാവുന്ന അറിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒരു തരത്തിലുമുള്ള ഗാംബ്ലിംഗ് അല്ല. അങ്ങനെ ഗാംബിൾ ചെയ്യാൻ വന്ന ആൾക്കാരാണ് ഈ ഫീൽഡിനെ ചീത്തപ്പേരുണ്ടാക്കിയത്. കാരണം അവർ വന്ന് എന്തൊക്കെയോ ചെയ്ത് കുറേ നഷ്ടം വന്ന് അവിടെയും കാശുകളും ഇവിടെയും കാശുകളും, എന്നിട്ട് പറയും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇൻ്റർനാഷണൽ ബിസിനസ് എല്ലാം തട്ടിപ്പാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ലാഭമില്ല, എൻ്റെ കാശ് പോയി എന്ന് പറയും. അപ്പോൾ ഈ കാശ് പോകുന്നത് കയ്യിലിരിപ്പിൻ്റെയാണ് പലപ്പോഴും. അതായത് കൃത്യമായ ഐഡിയ ഇല്ലാതെ, കൃത്യമായ ബോധമില്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. അത് ഇമ്പോർട്ടായാലും എക്സ്പോർട്ടായാലും എന്ത് ബിസിനസ് ആണെങ്കിലും, ഈവൻ കപ്പലണ്ടി കച്ചവടത്തിന് ഇറങ്ങിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ചും പിന്നെ പ്രോഡക്റ്റിനെ കുറിച്ചും കസ്റ്റമറെ കുറിച്ചും ഒക്കെ ഒരു മിനിമം ബോധം ഉണ്ടായിരിക്കണം.